നമസ്കാരം. ബെസ്റ്റ് മീഡിയ ടെക് ഹിന്ദി ലേണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ വിക്ടേഴ്സ് ക്ലാസ്സിൽ അകാൽമേ സാരസ് എന്ന പാഠഭാഗത്തു നിന്നും വിക്ടേഴ്സ് ക്ലാസ്സിൽ നടന്ന ആക്ടിവിറ്റിയാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റി ഇതായിരുന്നു. ലേക്കിൻ സാരസോനെ ജൽബർ കട്ടോരേക്കോ ക്യൂ ന ദേക്കാ ഹോഗ. സാരസപക്ഷികൾ എന്തുകൊണ്ടായിരിക്കാം വെള്ളം നിറച്ച കിണ്ണം കാണാതിരുന്നത്? സാരസോം കോ മാലൂം നഹീ ഡാക്കി നീച്ചെ ലോഗ് രഹത്തെ ഹേം. സാരസപക്ഷികൾക്ക് താഴെ ആളുകൾ വസിക്കുന്ന വിവരം അറിയില്ലായിരുന്നു. ഉൻകി ദൃഷ്ടി ജലാശയോം കോ ഡൂണ്ട്തി തീ. അവരുടെ ദൃഷ്ടി ജലാശയങ്ങളാണ് തിരഞ്ഞുകൊണ്ടിരുന്നത്. ഉൻകെ മൻ മേ കേവൽ പ്രാകൃതിക ജൽ സ്രോത് ഹീ തേ. അവയുടെ മനസ്സിൽ കേവലം പ്രകൃതിദത്തമായ ജലസ്രോതസ്സുകളായിരുന്നു. ഇസ്ലിയെ ഉൻഹോനെ ജൽഭർ കട്ടോരേക്കോ നഹീ ദേക്കാ ഹോഗ. അതുകൊണ്ടാവാം അവ വെള്ളം നിറച്ച കിണ്ണം കാണാതിരുന്നത്. അടുത്ത ആക്ടിവിറ്റി. സാരസോനെ ജാത്തെ ജാത്തെ ഷെഹർ കി ഓർ ക്യൂ മുട്ട്കർ ദേക്കാ ഹോഗ. സാരസപക്ഷികൾ പോകെ പോകെ പട്ടണത്തിലേക്ക് തിരിഞ്ഞു നോക്കിയത് എന്തുകൊണ്ടായിരിക്കും? ഉത്തർ. പെഹലെ ജബ് സാരസ് യഹാം ആത്തെ തെ തബ് യഹ് ഭൂമി ജലാശയോം സെ സമ്പന്ന തി. സാരസപക്ഷികൾ ഇവിടെ മുൻപ് വന്നിരുന്നപ്പോൾ ഈ ഭൂമി ജലാശയങ്ങളാൽ സമ്പന്നമായിരുന്നു. ലേക്കിൻ അബ് യഹാം കി അവസ്ഥ അത്യന്ത് ദയനീയ ഹേ. എന്നാൽ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ അത്യന്തം ദയനീയമാണ്. ഖേത്, ജലാശയ് ആദി പൂർണ്ണരൂപ സെ സൂക്ക് ഗയേ. വയലുകളും ജലാശയങ്ങളും പൂർണ്ണമായും വറ്റിവരണ്ടു. शायद उनकी दृष्टि में दया का भाव है तो उसका अर्थ यह होगा कि यहाँ के लोग कितने भाग्यहीन हैं जो बिना पानी के जीवन बिताते हैं. എങ്കിൽ ഇതിൻ്റെ അർത്ഥം ഇതായിരിക്കും, വെള്ളമില്ലാതെ ജീവിക്കുന്ന ഇവിടുത്തെ ആളുകൾ എത്ര നിർഭാഗ്യവാന്മാരാണ്. नहीं तो यह सोचकर उनके मन में घृणा का भाव हो सकता है कि इन लोगों ने ही इन जलाशयों का सर्वनाश किया होगा. അല്ലെങ്കിൽ ഈ ആളുകൾ തന്നെയാണ് ജലാശയങ്ങളെല്ലാം നശിപ്പിച്ചതെന്നോർത്ത് ആ നോട്ടത്തിൽ വെറുപ്പിൻ്റെ ഭാവവുമാകാം. इसलिए ही उन्होंने जाते जाते शहर की ओर मुड़कर देखा होगा. അതുകൊണ്ടാകാം പോകെ പോകെ പക്ഷികൾ പട്ടണത്തിലേക്ക് തിരിഞ്ഞു നോക്കിയത്. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഒരു ലേഖനം എഴുതാം. താഴെ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. നാം പഠിച്ച കവിതയെ ആസ്പദമാക്കിയിട്ടാണ് ലേഖനം തയ്യാറാക്കേണ്ടത്. മനുഷ്യके हस्तक्षेप से प्रकृति का नाश हो रहा है. മനുഷ്യൻ്റെ അനിയന്ത്രിതമായ കൈകടത്തൽ മൂലം പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിക്ക് ജൽസ്രോതോം കാ നാശ് ഹോ രഹാ ഹെ. പ്രകൃതിയിലെ ജലസ്രോതസ്സുകൾക്ക് നാശം വന്നുകൊണ്ടിരിക്കുന്നു. പര്യാവരൺ കാ സന്തുലൻ ബിഗട ജാ രഹാ ഹെ. പരിസ്ഥിതിയുടെ സന്തുലനവും നശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പോയിന്റ് ബേസ് ചെയ്താണ് നാം ലേഖനം തയ്യാറാക്കേണ്ടത്. ഉത്തർ. अकाल में सारस कविता मनुष्यों के बुरे व्यवहार की संकेत करने वाली कविता है. ക്ഷാമകാലത്തിൽ സാരസപക്ഷികൾ എന്ന കവിത മനുഷ്യരുടെ മോശമായ പെരുമാറ്റത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള കവിതയാണ്. പ്രാകൃതിക സംസ്ഥാൻ കേവൽ മനുഷ്യോं के लिए नहीं है. പ്രകൃതിദത്തമായ വിഭവങ്ങൾ മനുഷ്യർക്ക് മാത്രമുള്ളതല്ല. പശുപക്ഷി മച്ഛലിയം और दूसरे प्राणी भी इनके हकदार है. പക്ഷിമൃഗാദികൾക്കും മത്സ്യങ്ങൾക്കും മറ്റുള്ള പ്രാണികൾക്കും ഇതിന് അവകാശം ഉണ്ട്. दरअसल ऋतु बदलने पर सारस पक्षी पानी आदि की तलाश में एक देश से दूसरे देश में चले जाते हैं. വാസ്തവത്തിൽ ഋതുക്കൾ മാറുന്നതനുസരിച്ച് സാരസപക്ഷികൾ വെള്ളവും മറ്റും അന്വേഷിച്ച് ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തേക്ക് പോകുന്നു. ലേക്കിൻ യഹാം കഹി പാനി നഹി ഹെ. എന്നാൽ വെള്ളം എവിടെയുമില്ല. സാരസോം കോ പത്ത നഹീം ദാക്കി ലോഗ് ഉൻഹെ സാരസ് കഹത്തെ ഹെ. സാരസപക്ഷികൾക്ക് അറിയില്ല, ജനങ്ങൾ അതിനെ സാരസപക്ഷികൾ എന്നാണ് വിളിക്കുന്നത് എന്ന്. യഹാം തോ പാനി ഓർ ദാൻ കി സൂഖ് ഗയി ഹെ. ഇവിടെ വെള്ളവും നെൽമണികളും ഉണങ്ങിയിരിക്കുന്നു. ഉൻകി ഗന്ധ് ഹവാ മീം ഹെ. യഹി ഗന്ധ് സാരസോം കെ ഡൈനോ സെ നീച്ചെ ജർ രഹി ഹെ. ഉണങ്ങിയ നെല്ലിൻ്റെ ഗന്ധം കാറ്റിലൂടെയും സാരസപക്ഷികളുടെ ചിറകിലൂടെയും വ്യാപിച്ചുകൊണ്ടേയിരുന്നു. എക് ബുഡിയ അപ്പനെ ആംഗൻ മേ ജൽ ഭര കട്ടോര രഖ് ദേത്തി ഹെ. ഒരു വൃദ്ധ വെള്ളം നിറച്ച കിണ്ണം മുറ്റത്ത് കൊണ്ടുവയ്ക്കുന്നു. ലേക്കിൻ സാരസോനെ ന തോ ബുഡിയ കോ ദേക്ക. എന്നാൽ സാരസപക്ഷികൾ വൃദ്ധയെ കണ്ടില്ല. ക്യൂങ്കി വേ ജലസ്രോതോം കി തലാഷ് മേ ആയേ തെ. എന്തെന്നാൽ അവ ജലസ്രോതസ്സുകളാണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉൻകി നിഗാഹോ മേ ദയാ ദി യാ ഘൃണ ഹം സമജ് നഹി പാത്തെ.
അവയുടെ ദൃഷ്ടിയിൽ ദയയാണോ വെറുപ്പാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ദയ शायद इसलिए कि सारस तो उड़कर कहीं और चला जाएंगे जहाँ पानी होगा. ദയ ഒരു പക്ഷെ ഇതുകൊണ്ടാകാം സാരസ പക്ഷികൾക്ക് വെള്ളമന്വേഷിച്ച് എവിടെയും പോകാം. किंतु ये दयनीय लोग जो अपना पानी तक नहीं बचा पाए, अपने खेत खलिहान और घर बार छोड़कर कहाँ और कैसे जाएंगे. दयालुआയ മനുഷ്യർ अपना पानी तक नहीं बचा पाए, अपना खेत खलिहान और घर बार छोड़कर कहाँ और कैसे जाएंगे. തൻ്റെ വീടും കളപ്പുരയും മറ്റും ഉപേക്ഷിച്ച് വെള്ളം തേടി എവിടെ വരെ പോകാൻ അവർക്ക് സാധിക്കും. और घृणा इसलिए कि अपना पानी तो नष्ट किया ही हमारा भी नष्ट कर दिया. ഒരു പക്ഷേ घृണ വെറുപ്പ് ഇതുകൊണ്ടായിരിക്കാം ഈ ആളുകൾ തന്നെയാണ് ജലാശയങ്ങളെല്ലാം നശിപ്പിച്ചതെന്നോർത്ത്. क्योंकि पर्यावरण नष्ट करने के जिम्मेदार तो मनुष्य ही है. എന്തെന്നാൽ പരിസ്ഥിതി നശിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദി മനുഷ്യർ തന്നെയാണ്. അടുത്ത ആക്ടിവിറ്റി കവിതയുടെ ആസ്വാദന ടിപ്പണി തയ്യാറാക്കാനായിരുന്നു. കവി പരിചയ്, കവിതാ കാ ഭാവ്, സംശയ കാ വിശ്ലേഷൺ, അപന വിചാർ. ആസ്വാദന ടിപ്പണി തയ്യാറാക്കുമ്പോൾ കവി പരിചയം ഉണ്ടായിരിക്കണം, കവിതയുടെ ഭാവം, സംശയ കാ വിശ്ലേഷൺ, ഈ കവിതയിൽ ഏത് പ്രശ്നത്തെക്കുറിച്ചാണ് പറയുന്നത് അതിൻ്റെ വിശകലനം, അപന വിചാർ, നമ്മുടെ അഭിപ്രായം. ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്. उत्तर. हिंदी के प्रसिद्ध कवि श्री केदारनाथ सिंह की एक छोटी कविता है अकाल में सारस. ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായ ശ്രീ കേദാർനാഥ് സിംഗിൻ്റെ ഒരു ചെറിയ കവിതയാണ് അകാൽ മേ സാരസ്. इस कविता में पानी की तलाश में आए सारसों का चित्रण किया है. ഈ കവിതയിൽ വെള്ളമന്വേഷിച്ചെത്തിയ സാരസ പക്ഷികളെ കുറിച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. अचानक एक दिन सारस के एक झुंड शहर में आए. പെട്ടെന്ന് ഒരു ദിവസം സാരസ പക്ഷികളുടെ ഒരു കൂട്ടം പട്ടണത്തിൽ എത്തി. वे देर तक पानी की तलाश में शहर की परिक्रमा करते रहे. അവ ഏറെ നേരം വെള്ളം അന്വേഷിച്ച് പട്ടണത്തിൽ ചുറ്റിക്കറങ്ങി. उनके डैनों से धान की सूखी पत्तियों की गंध जरती रही. അവയുടെ ചിറകിൽ നിന്നും നെല്ലിൻ്റെ ഉണങ്ങിയ ഇലയുടെ ഗന്ധം വ്യാപിച്ചിരുന്നു. सारसों की आवाज़ सुनकर एक बुढ़िया ने अपने आंगन में कटोरा भर पानी रख दिया. സാരസ പക്ഷികളുടെ ശബ്ദം കേട്ട വൃദ്ധ വെള്ളം നിറച്ചൊരു കിണ്ണം കൊണ്ടുവന്ന് മുറ്റത്ത് വെച്ചു. लेकिन सारसों ने उस कटोरे पर ध्यान नहीं दिया. എന്നാൽ സാരസ പക്ഷികൾ അതിൽ ശ്രദ്ധിച്ചതേയില്ല. वे जलाशयों के गोज में आए थे. അവ ജലാശയങ്ങൾ അന്വേഷിച്ച് വന്നതാണ്. यहाँ के सूखे जलाशयों की हालत देखकर उनके मन में मानव के प्रति दया और घृणा आई. ഇവിടെ വറ്റിവരണ്ട ജലാശയങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് അവയുടെ മനസ്സിൽ മനുഷ്യൻ്റെ നേരെ ദയയോ വെറുപ്പോ തോന്നി. पर्यावरण जीवन जंतुओं के अस्तित्व के लिए अनिवार्य है. പരിസ്ഥിതി ജീവജന്തുക്കളുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. हमारे देश में अकाल के उत्तरदायी हम स्वयं हैं. നമ്മുടെ രാജ്യത്ത് ക്ഷാമത്തിന് ഉത്തരവാദി നാം തന്നെയാണ്. इसे सरल एवं ललित भाषा की सहायता से कवि हमारे सामने प्रस्तुत किया है. ഇത് വളരെ സരളവും എളുപ്പവുമായ ഭാഷയുടെ സഹായത്തോടു കൂടിയാണ് കവി നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് വിക്ടേഴ്സ് ക്ലാസ്സിൽ തന്നിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.